എന്തൊക്കെ ചെയ്തിട്ടും ഒരു ലൈൻ സെറ്റ് ആവുന്നില്ല. ഒരു ഗേളിന് അല്ലെങ്കിൽ ഒരു വുമണിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഇഷ്ടമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആണുങ്ങളിൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ക്വാളിറ്റീസ്. ആസ് എ മാൻ നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, അല്ലാതെ ലൈൻ സെറ്റ് ആവാനായിട്ട് ഈ ക്വാളിറ്റീസ് വേണമെന്ന് മാത്രമല്ല, ആസ് എ മാൻ നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇടപെടാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെയാണ് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്. ഓബിയസ്ലി കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും ഫസ്റ്റ് ഇത് കാര്യം തന്നെയായിരിക്കും. കാരണം ലുക്കുള്ള ചെക്കന്മാരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലുക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര മോഡൽ രീതിയിലുള്ള പെട്ടി ലുക്കൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടു എല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കാണ്. കൂടുതലും ടീനേജേഴ്സൊക്കെ ഭയങ്കര രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കും. പക്ഷേ അങ്ങനെയല്ല. ഒരു ആവറേജ് കാണാൻ മെനയുള്ളൊരു കോലം അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അല്ലാണ്ട് ഞാൻ കറുത്തിട്ടാ വെളുത്തിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലുക്ക് ആയിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് ഇൻസെക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് 80 to 90% പെൺപിള്ളേർക്കും കറുപ്പൊരു വിഷയമേ അല്ല. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത്. ശരി, നിങ്ങൾക്ക് ലുക്കില്ല, ഓക്കെ, സമ്മതിച്ച്. ഇനി ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായും ഉണ്ടായിരിക്കണം. അതിപ്പോൾ ലുക്ക് ഉണ്ടെങ്കിലും ഇല്ലേലും. രണ്ടാമത്തെ ക്വാളിറ്റി, നിങ്ങൾക്ക് എപ്പോഴും നല്ല രീതിയിൽ മണക്കണം. അതായത് യു ഹാവ് ടു സ്മെൽ ഗുഡ് എവറി സിംഗിൾ ടൈം. നന്നായിട്ട് മണക്കുന്ന ചെക്കന്മാരെ പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് അടുത്ത് സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നാറാൻ പാടില്ല. നല്ലൊരു പ്ലസന്റ് സ്മെല്ലായിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ളത്, നല്ല രീതിയിൽ മണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ളത്. അവർ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യും ആ ഒരു കാര്യം. നിങ്ങൾ ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മര്യാദ ഒന്ന് പല്ല് തേച്ച് ഒന്ന് കുളിച്ച് നല്ല അത്യാവശ്യം നല്ല കഴുകിയ ഡ്രസ്സൊക്കെ ഇട്ട് പോയാൽ മതി. പിന്നെ ഒരു സ്പ്രേയും കൊണ്ട് അടിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂം ഏതാണെന്ന് വെച്ചാൽ മാൻഹാട്ടൻ ഹിൽസ് എന്ന് പറഞ്ഞ പെർഫ്യൂം, ന്യൂഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാൻഹാട്ടൻ ഹിൽസ് എന്ന് പറഞ്ഞ പെർഫ്യൂം. ഇപ്പോൾ ഒരു 5-6 ദിവസത്തിൽ കൂടുതലേ എൻ്റെ കൈ കിട്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതാ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ആഫ്റ്റർ ഷേവിൻ്റെ മണമല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് കൊള്ളത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പവർ കിക്ക് ചെയ്യാന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അടിപൊളി ഒരു പ്ലസൻറ്റ് സ്മെല്ലാണ്. അതായത് ഒരു ചെറിയൊരു ഫ്ലവറി ഫ്രൂട്ടി കോമ്പിനേഷൻ രീതിയിലുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഡെയിലി പെർഫ്യൂം ഇത് തന്നെയാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു 4 to 5 hours നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിവേ ഇറ്റ് ഇസ് എ റിയലി ഗുഡ് ഡെയിലി പെർഫ്യൂം. ഐ വുഡ് റെക്കമെൻഡ് ഇറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. മൂന്നാമത്തെ ഏറ്റവും വലിയൊരു ആയുധം, ഇത് ഈ ഒരു കഴിവുണ്ടെങ്കിൽ ആരെയും വീഴ്ത്താം. അതായത് നന്നായിട്ട് ചിരിപ്പിക്കാൻ അറിയണം. നല്ല ഹ്യൂമൻ സെൻസ് ഉണ്ട്, നല്ല രീതിയിൽ ചിരിപ്പിക്കാൻ അറിയണമെങ്കിൽ ഏത് പെണ്ണും വീഴും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒട്ടുമിക്ക പെണ്ണുങ്ങൾ പറയുന്ന ഈ കാര്യം തന്നെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെ കയറി നോക്കിയാലും ഒട്ടുമിക്കവരും ഇത് പറയുന്നത് കാണാം. ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ടത് ഇമാൻ ഖഡ്ജിയുടെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളിയുടെ അസിസ്റ്റന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ചിരിപ്പിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഏത് പെണ്ണും വീഴുന്നു. സത്യം തന്നെയാണ്. അതുപോലെ തന്നെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്ന ടൈമിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കാണാൻ അത്ര ലുക്കൊന്നുമില്ല, പക്ഷേ നല്ല രീതിയിൽ ആൾക്കാരെ ചിരിപ്പിക്കാൻ അറിയാം. സോ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ടൈമിലും പെൺപിള്ളേർക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിനാണ് ഫസ്റ്റ് ഇവനെ വിളിക്കത്തുള്ളൂ. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനും ഇവനെ വിളിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിരിപ്പിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുമ്പിൽ കുറച്ചുകൂടെ കംഫർട്ടബിളും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്കില്ലുണ്ടെങ്കിൽ യൂസ് ചെയ്തോ. അത് മാത്രമല്ല, നിങ്ങൾ ചിലർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചെളി വാരി എറിയും. ഞാൻ ഫസ്റ്റ് ആണുങ്ങളോട് പോലും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലായിരുന്നു മര്യാദ. ഞാൻ പെൺപിള്ളേരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നത് ചെളി വാരി എറിയുമായിരുന്നു. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ എൻ്റെ കൂടെ കുറച്ചുകൂടെ സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ വളർച്ചെടുക്കാൻ ആരെയും. നാലാമത്തെ കാര്യം, ലുക്സിനെക്കാട്ടി ബെറ്റർ എന്താണെന്ന് അറിയുമോ? ഹൈജീൻ. നിങ്ങളെ കാണാൻ ഒരു ഫ്രഷ് ലുക്കായിരിക്കണം. അതായത് എപ്പോഴും തൊണ്ടൊക്കെ ഇട്ട് വരച്ച് കുളിക്കണമെന്നല്ല പറയുന്നത്. കാണാൻ ഒരു മെനയുള്ള ലുക്ക്, നഖമൊക്കെ ഒന്ന് വെട്ടിച്ചൊരു വൃത്തിയായ മാൻഹാട്ടൻ ഹീൽസ് പെർഫ്യൂമൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ മണക്കുന്ന രീതിയിൽ വരാം. കാണാൻ ഒരു മെനയുള്ള കോല, അല്ലാണ്ട് സൈൻ മാലിക് കണക്ക് ബെഡേ ലുക്ക് ആവണം എന്നൊന്നും ഇല്ല. എന്നാലും ചിലരുണ്ട്, കാണാൻ ബെഡേ ലുക്കുള്ള ചെക്കന്മാരെ, പക്ഷെ അടുത്ത് വരുമ്പോൾ മാറും. നല്ല ഡ്രസ്സായിരിക്കും. ഡ്രസ്സിൻ്റെ കാര്യം പോട്ടെ, അഴുക്കുള്ള ഡ്രസ്സ്, അങ്ങനെ വൃത്തിയില്ലാത്ത ഡ്രസ്സ് ഭയങ്കര സ്മെല്ലായിരിക്കും. വാ തുറന്നു കഴിഞ്ഞാൽ ബോധം പോവും. കൈയൊക്കെ ആണെങ്കിൽ നഖമൊക്കെ വളർന്ന ടാർ കണക്ക് അഴുക്കായിരിക്കും നഖത്തിനകത്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ളവരായിട്ട് അധികം ആണായാലും പെണ്ണായാലും അധികം ഇടപെടാൻ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രൂമിങ്, നിങ്ങളുടെ സ്കിൻ കെയർ, നിങ്ങളുടെ ഓവറോൾ ഹൈജീൻ, നിങ്ങളുടെ ക്ലീൻലിനെസ് ഇതെല്ലാം ഓൺ പോയിന്റ് ആക്കുക. അതിപ്പോൾ പെണ്ണ് സെറ്റ് ആവണമെന്നുള്ള കേസിൽ മാത്രമല്ല, നിങ്ങൾക്കൊരു ജോബ് ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ പോലും ഇത് നിങ്ങളെ ബാധിക്കും. അഞ്ചാമത്തെയാണ് ഡ്രസ്സിങ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഡ്രസ് ടു ഇംപ്രസ് എന്ന കോൺസെപ്റ്റ് ഇതുവരെ വിശ്വസിക്കാത്തവരും അതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് പിന്നീട് മനസ്സിലാവും. എന്നും പറഞ്ഞ് കണ്ട എല്ലാ ട്രെൻഡും ഫോളോ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടേതായ ഒരു പേഴ്സണൽ സ്റ്റൈൽ ഉണ്ടായിരുന്നാൽ മതി. പഴഞ്ചൻ രീതിയിൽ ഏതെങ്കിലും ഷർട്ട്, ഏതെങ്കിലും ഒരു പാൻറ് ഇട്ട് ഒരു ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിലല്ല. അത്യാവശ്യം നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് കൂടെ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടുത്തം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഇതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറ്. ആസ് എ മാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓക്കെ. ഇനി നിങ്ങൾക്ക് ഒരു ലൈൻ സെറ്റായി, അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ കൂടുതൽ ഗേൾ മെൻറ്റാലിറ്റി ഉള്ളവർ ലുക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഗ്രാജുവലി അവർക്കൊരു വിമൻ മെൻറ്റാലിറ്റിയിലോട്ട് വരും. ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ലുക്സ് മാത്രമല്ല കാര്യം. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ആ ക്യാരക്ടർ റോള് നല്ല രീതിയിൽ പ്ലേ ചെയ്യണം.
അതായത് നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ക്വാളിറ്റീസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇതെല്ലാം ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലുക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറച്ച് നാൾ ഈ ലുക്ക് കണ്ട് വരുമ്പോഴത്തേക്ക് അതൊരു നോർമൽ പേഴ്സണെ പോലെ ഫീൽ ചെയ്തോളൂ. ആ ലുക്സുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവും. പക്ഷെ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഭയങ്കരമായിട്ട് ഒബ്സഷൻ തോന്നും. അതൊരു അത്രയ്ക്കും നല്ലൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പലരും പറയുന്നത് ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെടുക, ലുക്ക് കണ്ട് ഇഷ്ടപ്പെടുള്ളൂ. നല്ലൊരു ക്യാരക്ടർ ഉള്ളതാണ് എന്നും എപ്പോഴും ലുക്സിനേക്കാളും അട്രാക്റ്റീവ്. അടുത്ത കാര്യം കോൺഫിഡൻസ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ചില കേസുകളുണ്ട്. അത് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളല്ല, ചില കേസുകൾ. അതിന് എക്സാമ്പിളാണ് ഇതേപോലെ ലൈൻ സെറ്റ് ആവുന്നുള്ളത്. വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുക, അങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളത് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അബിലിറ്റീസിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം. അതുപോലെ തന്നെ ഏതൊരു ഭയങ്കര പ്രഷറുള്ള സിറ്റുവേഷൻ പോലും കാമായിട്ട് നിൽക്കണം, നല്ല സമാധാനത്തിൽ നിൽക്കണം. അല്ലാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനാണെങ്കിൽ പറ്റില്ല. കാരണം കൂടെ നിൽക്കുന്ന ആൾക്ക്, ആ പാർട്ട്ണറിന് ഒരു അഷുറൻസ് വേണം. എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു അഷുറൻസ് വേണം. എന്ത് പറ്റിയാലും ധൈര്യമായിട്ട് കൂടെ നിൽക്കും ഒരു ഗ്യാരണ്ടി അവർക്ക് വേണം. എട്ടാമത്തെ ഫൈനൽ കാര്യം റിലയബിലിറ്റി. ഇപ്പം പെണ്ണുങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും റീഅഷുറൻസ് വേണം. കൂടെ കാണുമെന്ന് നമ്മളെപ്പോഴും പറയണം, എപ്പോഴും അതായത് കാണിക്കണം. അപ്പം അത് മാത്രമല്ല, അവർക്ക് നല്ല റിലയബിൾ ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, പല പ്രശ്നങ്ങളും കാണും. ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ആവാം, ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ആവാം. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ റിലയബിൾ ആയിരിക്കണം അവർക്ക്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും താങ്ങായിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്ക് വേണം. ആ റിലയബിലിറ്റി അവർക്ക് നമ്മളോട് വേണം. സോ അത് ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതന്നെയാണ് പറഞ്ഞത്, ആദ്യം ഒരു ക്യാരക്ടർ വേണമെന്ന്. ഇനി എന്തൊക്കെ എഫേർട്ട് നമ്മൾ ഇട്ടാലും ലാസ്റ്റ് മെമ്പിളാരെ നമ്മൾ ഇട്ടിട്ട് പോകുമെന്ന് പറയുന്ന ചില ചെക്കന്മാരുണ്ട്. അവരോട് പറയാം, കുറച്ചൊക്കെ ചിന്തിക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഒരേ കണക്ക് ആവണമെന്നില്ല. അത് നിങ്ങൾക്ക് എഫേർട്ട് ഇട്ട്, ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എഫേർട്ട് ഇട്ട് നമ്മൾ ഇനി ലോകം മുഴുവനും ഒരു സ്വർണ്ണമാല കൊണ്ട് കൊടുത്താൽ പോലും അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ പോവും. അതാണിൻ്റെ കേസാവട്ടെ, പെണ്ണിൻ്റെ കേസാവട്ടെ. സോ ഇറ്റ്സ് ഓൾ ജസ്റ്റ് എ മാറ്റർ ഓഫ് പ്രയോറിറ്റി. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൽക്കും, വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കൊണ്ട് കൊടുത്താലും പോവും. അത് മനസ്സിലാക്കുക. സോ ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മാൻഹാട്ടൻ ഹിൽസ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ പിന്നെ കാണാം.